സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാർ കലക്ടറേറ്റ് മാർച്ച് നടത്തി. ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് സർക്കാർ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ചതുപോലെ കേരള സർക്കാർ അംഗീകരിക്കുക, ദിവസവേതനം 900 രൂപയാക്കി വർദ്ധിപ്പിക്കുക, 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളിയായി അംഗീകരിക്കുക, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന ജില്ലാ കമ്മിറ്റി HMSന്റെ നേതൃത്വത്തിൽ കുറ്റിച്ചു സമരം സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. അവരൊക്കെ 160 ദിവസത്തിലധികം ജോലിയില്ല. സ്കൂളിൽ അധ്യാപകന്മാർക്ക് ആ 160-170 ദിവസം ജോലി ചെയ്താൽ ഒരു വർഷത്തെ 360 ദിവസത്തെ ശമ്പളം കിട്ടും. അതേ സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം 160 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വേതനമില്ല, ജോലി ചെയ്തതിൽ മാത്രമാണ് വേണം. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പക്ഷം? വലിയൊരു സംഖ്യ, ഇവരെക്കാൾ 4-5 ഇരട്ടി ശമ്പളം വാങ്ങുന്ന അധ്യാപകന്മാർക്ക് 360 ദിവസത്തെ ജോലി ചെയ്യാൻ 160-170 ദിവസം ജോലി ചെയ്തിട്ട് 360 ദിവസത്തെ വേതനം കൊടുക്കുകയും അതും ഇവരെക്കാൾ 3-4 ഇരട്ടി വേതനം കൊടുക്കുകയും അതേ മനുഷ്യർ എല്ലാ ചെലവുകളും അവരുടെ മാതിരി തന്നെയുള്ള നമ്മുടെ സോഷ്യലിസം പറയുന്ന സംഘടനാ പ്രസിഡന്റ് TK ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി O പത്മനാഭൻ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ അനിൽകുമാർ, PP വൈശാഖ്, ദേവയാനി തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർന്ന് ക്രിസ്തുമസ് വന്നെത്തി.